ലഹരി കേസുകളിലെ പ്രതിയെ ജയിലിലടച്ചു. നിരവധി ലഹരി കേസുകളിലെ പ്രതിക്കെതിരെ പിറ്റൻ DPS ചുമത്തി സിറ്റി പോലീസ്. തുടർച്ചയായ ലഹരി കേസുകളിൽ പ്രതിയായ തൃശൂർ ചീയാരം സ്വദേശിയായ ചെമ്പകപ്പുള്ളി വീട്ടിൽ രാഹുൽ എന്നയാളെയാണ് തൃശൂർ സിറ്റി പോലീസ് പിറ്റൻ DPS ചുമത്തി ജയിലിലടച്ചത്. 2019, 2023, 2025, 2026 എന്നീ വർഷങ്ങളിലെ NDPS കേസുകൾ പരിഗണിച്ചാണ് പ്രതിക്കെതിരെ പിറ്റൻ DPS ചുമത്തിയത്. പ്രതിക്കെതിരെ ടൗൺ ഈസ്റ്റ്, നെടുപുഴ, മണ്ണുത്തി, പുതുക്കാട്, ചേർപ്പ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 7ഓളം ക്രിമിനൽ കേസുകളും നിലവിലുണ്ട്. 5/10/2019 പീച്ചി മണ്ടൻചിറയിൽ വെച്ച് രാഹുൽ ഉൾപ്പെടെ 4 പ്രതികളെ 226.130 കിലോഗ്രാം കഞ്ചാവുമായി തൃശൂർ എക്സൈസ് പിടികൂടിയിരുന്നു. 2/7/2023 തൃപ്രയാറിൽ വെച്ച് രാഹുൽ ഉൾപ്പെടെ 5 പ്രതികളെ 3.380 ഗ്രാം MDMA-യും 9.150 ഗ്രാം കഞ്ചാവുമായി വലപ്പാട് പോലീസ് പിടികൂടിയിരുന്നു. 18/11/2025 തൃശൂർ സിറ്റി പോലീസ് ഡാൻസ് അപ്പ് സ്ക്വാഡ് ഒല്ലൂരിൽ വെച്ച് പ്രതിയായ രാഹുലിൽ നിന്നും 5 LSD സ്റ്റാമ്പുകൾ പിടികൂടിയിരുന്നു. തുടർന്ന് അനാരോഗ്യ കാരണങ്ങളാൽ ചികിത്സയ്ക്കായി കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ഈ സമയം ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ എക്സ്പ്ലോസീവ് ആക്ട് കേസിൽ പ്രതിയാകുകയും ചെയ്തു. പിറ്റൻ DPS ചുമത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയം പ്രതിയിൽ നിന്നും MDMA കണ്ടെടുത്ത് വീണ്ടും NDPS കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചേർത്ത റിപ്പോർട്ടിലാണ് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിരന്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന പ്രതിക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ളതും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ്. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനുമുള്ള നിയമമാണ് തുടർന്നും കൂടുതൽ പേർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണെന്നും മയക്കുമരുന്ന് കച്ചവട ശൃംഖലയിലെ മുഴുവൻ ആളുകളെയും പിടികൂടുന്നതിനായുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖ് IPS അറിയിച്ചു.